ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ബാക്കിയുള്ളത് സ്കോർ ബോർഡാണ്. അപ്പം സ്കോർ ബോർഡ് എന്നൊരു വ്യൂ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ടേബിൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കാണിക്കണം. ആ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ടേബിളിനകത്ത് കാണിക്കേണ്ട ഓരോ പാർട്ടിസിപ്പൻറ്റിൻ്റെയും പേരും ആള് നേടിയിട്ടുള്ള സ്കോറിന്റെ സമ്മുമായിരിക്കും അല്ലേ. സോ നമുക്കിത് ജാങ്കോ ORM യൂസ് ചെയ്ത് തന്നെ ഈ കാൽക്കുലേഷൻസ് മുഴുവൻ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു വ്യൂ ആണ്. നമുക്ക് ആദ്യം ഒരു വ്യൂ സ്റ്റാർട്ട് ചെയ്യാം. സ്കോർ ബോർഡ്. Okay, so there will be a scoreboard view അല്ലെങ്കിൽ ഓക്കെ സ്കോർബോർഡ് ലിസ്റ്റ് വ്യൂ കാണും. അതായത് ആക്ച്വലി നമുക്ക് വേണ്ടത് യൂസേഴ്സിന്റെ ലിസ്റ്റ് ആണല്ലേ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടോപ്പ് 10 അല്ലെങ്കിൽ ടോപ്പ് 25 യൂസേഴ്സിന്റെ ലിസ്റ്റ് ആണ് വേണ്ടിയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ യൂസേഴ്സിന്റെ തന്നെ ആയിക്കോട്ടെ, സ്കോർ ബോർഡ് നമുക്കൊരു സ്കോർ ബോർഡ് ലിസ്റ്റ് വ്യൂ എന്ന് പറയുന്ന ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യണം. സോ ക്ലാസ് സ്കോർ ബോർഡ് ലിസ്റ്റ് വ്യൂ, ഇതൊരു ലിസ്റ്റ് വ്യൂ ആണ് പറഞ്ഞ പോലെ, കാരണം നമുക്ക് ആൾക്കാരുടെ പാർട്ടിസിപ്പൻസിന്റെ ലിസ്റ്റ് ആണ് വേണ്ടത്. ഓക്കെ, പാസ് ചെയ്തു. നമുക്ക് ഒതന്റിക്കേഷൻ വേണം ഈ ഒരു കാര്യത്തിന്. സോ ഒതന്റിക്കേഷൻ വേണ്ടിയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു വ്യൂവിന് നമ്മളൊരു ഒതന്റിക്കേഷൻ ഇട്ടു. സോ അടുത്തത് വേണ്ടിയെന്ന് പറഞ്ഞാൽ ഏത് മോഡലാണ്, നമുക്ക് യൂസർ മോഡലിൽ നിന്ന് തന്നെ നമുക്ക് ഇതെടുക്കാം. ഓക്കെ, യൂസർ മോഡൽ എന്ന് പറയുന്ന ഡേറ്റ എടുക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഞാൻ പറഞ്ഞു. യൂസർ ഇസ് ഇക്വൽ ടു ഗെറ്റ് യൂസർ മോഡൽ. ഗെറ്റ് യൂസർ മോഡൽ എന്ന രീതിയിൽ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് യൂസർ മോഡൽ കിട്ടും. ആ മോഡൽ ഉപയോഗിച്ച് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. സോ അടുത്ത വേണ്ടി എന്താണ്, നമുക്ക് ക്വറി സെറ്റ് ആണ് വേണ്ടത്. ഓക്കെ, ക്വറി സെറ്റ്, ഡെഫ് ക്വറി സെറ്റ്. ആ ക്വറി സെറ്റ് റിട്ടേൺ ചെയ്യുന്ന എന്താണ്, യൂസർ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഓൾ എന്ന് പറയുന്ന ഒരു ക്വറി സെറ്റ് ആയിരിക്കണം യൂസർ റിട്ടേൺ ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്ത് എന്ത് വേണം, നമുക്ക് സ്കോർസിന്റെ സമ്മ് വേണം അല്ലെ. സോ എങ്ങനെ നമുക്ക് സ്കോർസിന്റെ സമ്മ് എടുക്കാമെന്ന് നോക്കാം. മോഡൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ടേബിൾ ഉണ്ട്. ആ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ടേബിളിനകത്ത് എല്ലാ യൂസേഴ്സിനും പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഒരു യൂസർ എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ഒരു രജിസ്ട്രേഷൻ സെറ്റ് കാണും. ഓക്കെ, ഒരു യൂസർ എടുത്തു കഴിഞ്ഞാൽ യൂസറിനെ ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ get user model. Okay, user dot all user dot objects dot all എന്ന് വിളിച്ചു കഴിഞ്ഞാൽ യൂസേഴ്സിന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് വരും അല്ലെ. ഓക്കെ, ഇനിയും ഞാൻ അതിൽ അഡ്മിൻ എന്ന് പറഞ്ഞ യൂസറിനെ മാത്രം എടുക്കുകയാണ്. അഡ്മിൻ ഇസ് ഈക്വൽ ടു യൂസർ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഓൾ ഡോട്ട് ഓർഡർ ബൈ. ഓർഡർ ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വെച്ചിട്ട് എന്ത് ഓർഡറിലാണ് ഇത് റിട്ടേൺ ചെയ്ത് തരേണ്ടത് എന്നുള്ളതാണ്. സോ ഞാൻ പറയുന്നു ഐ ഡിയുടെ അസെൻഡിങ് ഓർഡറിൽ എനിക്കത് റിട്ടേൺ ചെയ്ത് തന്നോളൂ എന്ന് ഞാൻ പറയണം. അതിനകത്ത് ഫസ്റ്റ് വൺ മാത്രം മതി എനിക്ക്. സോ ഫസ്റ്റ് വൺ കിട്ടാൻ ഫസ്റ്റ് എന്നും ലാസ്റ്റ് വൺ കിട്ടാൻ ലാസ്റ്റ് എന്നും ഒരു മെത്തേഡ് ഉണ്ട്. സോ നമ്മൾ ഇതുവരെ പറഞ്ഞ കുറെ മെത്തേഡ്സിൽ കുറെ ഓർഡർ ബൈയില് എന്താണ്, അസെൻഡിങ് ഓർഡർ മാത്രമേ പറഞ്ഞുള്ളൂ. ഡിസെൻഡിങ് ഓർഡർ കിട്ടണം എന്നുണ്ടെങ്കിലോ, ഈ ഐ ഡിയുടെ ഡിസെൻഡിങ് ഓർഡറിലാണ് എനിക്ക് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഐ ഡിക്ക് പകരം ഞാൻ മൈനസ് ഐ ഡി എന്ന് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇനിയും ഫസ്റ്റ് നെയിമിന്റെ ഡിസെൻഡിങ് ഓർഡറിലാണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ മൈനസ് ഫസ്റ്റ് നെയിം. സോ നമ്മൾ നമുക്ക് ഏത് ഫീൽഡാണോ വേണ്ടത് ആ ഫീൽഡ് കൊടുക്കുക. അത് അസെൻഡിങ് ഓർഡറിലാണെങ്കിൽ ആസിറ്റീസ് ആ ഫീൽഡ് അങ്ങനെ തന്നെ കൊടുക്കുക. ഡിസെൻഡിങ് ഓർഡറിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ മൈനസ് ആ ഫീൽഡ് നെയിം കൊടുക്കുക. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ ഓർഡറിൽ നമുക്ക് ജാങ്കോ ആ ഒരു ക്വറി സെറ്റ് റിട്ടേൺ ചെയ്ത് തരും. ഫൈൻ. ഓക്കെ, ഇനി ഇതല്ല, നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ക്വറി സെറ്റിന്റെ ഓർഡർ നേരെ റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോട്ട് റിവേഴ്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും ക്വറി സെറ്റിനകത്തുണ്ട്. ഓക്കെ, ഇനി ഫസ്റ്റ് വൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഫസ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അതുപോലെ ലാസ്റ്റ് വൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും അവൈലബിൾ ആണ്. സോ ഞാൻ അഡ്മിൻ എന്ന് പറഞ്ഞ യൂസർ എടുത്ത് നോക്കി. അഡ്മിൻ എന്ന് പറഞ്ഞ യൂസർ ഉണ്ട്. സോ നമ്മൾ മുമ്പേ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ DIR ഓഫ് അഡ്മിൻ എന്തൊക്കെ ഡയറക്റ്റീവ്സ് ഉണ്ടെന്ന് നോക്കുകയാണ്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് തീർച്ചയായിട്ടും
രജിസ്ട്രേഷൻ സെറ്റ് എന്ന് പറയുന്ന ഒരു അട്രിബ്യൂട്ട് ഇവിടെ കാണും. PQMNO PQR രജിസ്ട്രേഷൻ സെറ്റ് എന്ന് പറയുന്നൊരു അട്രിബ്യൂട്ട് ഉണ്ട്. സോ വി ക്യാൻ ടെസ്റ്റ് admin ഡോട്ട് രജിസ്ട്രേഷൻ സെറ്റ് ഡോട്ട് ഓൾ വിളിച്ചു കഴിഞ്ഞാൽ ഈ അഡ്മിൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇവന്റ്സ് ഏതൊക്കെയാണോ ആ ഇവന്റ്സ് എല്ലാം നമുക്ക് കിട്ടി അല്ലേ. ഇവന്റ് എന്ന് പറഞ്ഞാൽ ആ രജിസ്ട്രേഷൻസ് എല്ലാം നമുക്ക് കിട്ടി. ഫൈൻ. ആ അഡ്മിൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രജിസ്ട്രേഷൻസ് കംപ്ലീറ്റ് നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ. ഇനി എന്താ വേണ്ടിയത്? നമുക്ക് ഇതിന്റെ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയത്. സ്കോർ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത്, ഞാൻ ആദ്യം ഇതൊന്ന് പൈത്തണിൽ ചെയ്ത് കാണിക്കാം, അതിനുശേഷം നമുക്കൊന്ന് ഒപ്റ്റിമൈസ് ചെയ്യാം. ഓക്കെ. പൈത്തണിൽ ചെയ്യുന്ന സമയത്ത്, പൈത്തണിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ എഴുതുകയാണ്, ഡെഫ് സാമ്പിൾ സോർട്ട്, അല്ലെങ്കിൽ ഗെറ്റ് കോണ്ടെക്സ്റ്റ് ഡേറ്റ എടുത്തു. ഗെറ്റ് കോണ്ടെക്സ്റ്റ് ഡേറ്റ എടുത്തതിന് ശേഷം ഇതിനകത്ത് ഒരു ഒബ്ജക്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ പാരാമീറ്റർ വന്നിട്ടുണ്ട്. ബിക്കോസ് ഇതൊരു ലിസ്റ്റ് വ്യൂ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു എക്സ്ട്രാ പാരാമീറ്റർ വന്നത്. നമ്മൾ CST കോണ്ടെക്സ്റ്റ് ഇസ് ഈക്വൽ ടു എന്ത് വേരിയബിൾ യൂസ് ചെയ്യാം? കോണ്ടെക്സ്റ്റ് ഇസ് ഈക്വൽ ടു സെൽഫ് ഡോട്ട് സൂപ്പർ ഓഫ് ഒബ്ജക്ട് ലിസ്റ്റ് ഈക്വൽ ടു ഒബ്ജക്ട് ലിസ്റ്റ്. ഇവിടെ നൺ എന്ന് പറയുന്ന പൈത്തൺ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ബൈ ഡിഫോൾട്ട് ഇവിടെ ഒബ്ജക്ട് ലിസ്റ്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നണ്ണാണ് ഡിഫോൾട്ട് ആയിട്ട് വേണ്ട വാല്യൂ എന്നുള്ളതാണ് പറയുന്നത്. സോ നമ്മൾ ആ ഒരു റെസ്പെക്ട് അതുപോലെ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഒബ്ജക്ട് ലിസ്റ്റ് ഇസിക്വൽ ടു ഒബ്ജക്ട് ലിസ്റ്റ് ഇസിക്വൽ ടു ഇവിടെ ഈ വേരിയബിളിനകത്ത് കിട്ടിയ വാല്യൂ എന്താണോ അത് അതുപോലെ കൊടുക്കുക. ഈ KWRGS എന്താണോ അത് ആ സിറ്റീസ് പാസ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ. ദെൻ റിട്ടേൺ CXT, ആ കോണ്ടെക്സ്റ്റ് നമ്മൾ റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നത്. ഫൈൻ. സോ നമ്മളിവിടെ എവിടെയാണ് ചെയ്യാൻ പോകുന്നത്? CXT ഓഫ് scoreboard is equal to നമ്മളൊരു empty ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തു. ഓക്കെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇത് ചെയ്യാനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് വേ എന്ന് പറയുന്നത് എന്താണ്? ഉള്ള രജിസ്ട്രേഷൻസ് എല്ലാം എടുക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് വേ. ഓക്കെ. ഫോർ REGN in registration.objects.all. ഓക്കെ. registration.objects.all എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിലുള്ള registration.objects.all ഉള്ള ഓരോ രജിസ്ട്രേഷനും എന്ത് ചെയ്യും? ഇതിനകത്തോട്ട് വരും. എവിടെ? അതൊരു കൊറി സെറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇതൊരു ലിസ്റ്റ് പോലെ വരും. അതിൽ ഓരോന്നേ കൂടെ നമ്മളിത് ഐട്രേറ്റ് ചെയ്യും. ഫൈൻ. ഓക്കെ. അപ്പം ഞാൻ ഇവിടെ ഒരു കാര്യം കൂടെ ആഡ് ഓൺ ചെയ്യാണ്. നമുക്ക് ഈ രജിസ്ട്രേഷൻ എല്ലാം വേണ്ട. സ്കോർ എന്ന് പറയുന്നത് മിനിമം 0യേക്കാൾ ഡിഫോൾട്ട് സ്കോർ നമ്മുടെ 0 ആണ്. സോ അതിനേക്കാൾ ഡിഫോൾട്ട് പോയിന്റ് എന്ന് പറയുന്നത് 0 ആണ്. അതിനേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി അല്ലേ. അപ്പം ഡോട്ട് ഫിൽറ്റർ പോയിന്റ് GT ഈക്വൽ ടു 0, ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം നമ്മളോട് എടുത്താൽ മതി എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രജിസ്ട്രേഷൻ ഇവിടെ വരുന്ന രജിസ്ട്രേഷൻ REGN രജിസ്ട്രേഷൻ എന്തൊക്കെയുണ്ട്? രജിസ്ട്രേഷൻ ഡോട്ട് യൂസർ ഉണ്ട്, REGN രജിസ്ട്രേഷൻ ഡോട്ട് നമുക്ക് സൈറ്റിലോട്ട് സ്പ്ലിറ്റ് ചെയ്തിടാം. ഓക്കെ. രജിസ്ട്രേഷൻ ഡോട്ട് യൂസർ ഉണ്ട്, രജിസ്ട്രേഷൻ ഡോട്ട് ഇവന്റ് ഉണ്ട്, രജിസ്ട്രേഷൻ ഡോട്ട് പോയിന്റ് ഉണ്ട്. ഓക്കെ. അപ്പൊ എന്താണ്? നമുക്കിവിടെ ഓരോ യൂസറിന്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് നമുക്ക് ആവശ്യമുണ്ട്. സോ ഏറ്റവും സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യണം? ആദ്യം ഈ ഡിക്ഷണറിക്കകത്ത് ആദ്യം ഫസ്റ്റ് വരുമ്പോൾ നമുക്കൊരു യൂസറിനെ കിട്ടി, മേ ബി അത് അഡ്മിൻ എന്ന് പറയുന്ന യൂസറിനെ കിട്ടി. അപ്പൊ എന്ത് ചെയ്യുന്നു? ആദ്യം അങ്ങനെ ഒരു യൂസർ ഈ ഡിക്ഷണറിക്കകത്ത് ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ. ഈ ഡിക്ഷണറിക്കകത്ത് അങ്ങനെ ഒരു യൂസർ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഇടുക. അതിൽ ചോദിക്കും ലോജിക്ക് ഞാൻ കാണിച്ചു തരാം. ഇഫ് REGN രജിസ്ട്രേഷൻ ഡോട്ട് യൂസർ ഇൻ ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഇഫ് നോട്ട് ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് സ്കോർ ബോർഡ് എന്ന് പറയുന്നത് ഇതിനകത്തോട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ, സ്കോർ ബോർഡിനകത്തോട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ
ഓഫ് രജിസ്ട്രേഷൻ ഡോട്ട് യൂസർ ഈക്വൽ ടു അതിന്റെ സ്കോർ എത്ര രജിസ്ട്രേഷൻ ഡോട്ട് പോയിന്റ് എൽസ്. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ആദ്യം ഒരു എം ടി സ്കോർ ബോർഡ് എന്ന് പറഞ്ഞൊരു ഡിക്ഷണറി ഉണ്ടാക്കി. ആ ഡിക്ഷണറിക്കകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിന്റെ കീ എന്ന് പറയുന്ന യൂസറും അതിന്റെ വാല്യൂ എന്ന് പറയുന്ന ആ യൂസർ നേടിയിട്ടുള്ള പോയിന്റും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം നമ്മൾ ഓരോ രജിസ്ട്രേഷൻ ഒബ്ജക്റ്റിൽ കൂടെയും പാസ് ചെയ്യുന്നു. പാസ് ചെയ്യുമ്പം അങ്ങനെ ഒരു യൂസർ ഈ സ്കോർ ബോർഡിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ആദ്യം ആയിട്ടാണ് ആ ഒരു യൂസർ വരുന്നത്, അല്ലെ? അപ്പൊ എന്ത് ചെയ്തു? ആദ്യം ആ ഒരു ഡിക്ഷണറിക്കകത്തോട്ട് ആ ഒരു യൂസറിനെ ഇട്ടതിന്റെ കൂട്ടത്തിൽ ആ യൂസർ ഇസ് ഇക്വൽ ടു ആ യൂസറിനുള്ള പോയിന്റ് എത്രയാണോ അത്രയും ഇട്ടു. അതല്ല, ഈ ഒരു യൂസറിനെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് അങ്ങനെ ഒരു ഡിക്ഷണറി ആ യൂസർ രണ്ടാമത്തെ തവണയാണ് വരുന്നത്, രജിസ്ട്രേഷന്റെ പുള്ളി രണ്ടാമത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഇവന്റിന്റെ ഇവന്റാണ് ഇപ്പൊ വന്നതെന്ന് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവന്റ് രജിസ്ട്രേഷൻ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 3 എൻട്രീസ് ഉണ്ട്. അപ്പം ആദ്യത്തെ എൻട്രിയും യൂസർ ഐ ഡി എല്ലാം 1 ആണ്. അപ്പൊ ഫസ്റ്റ് എൻട്രി വരുന്ന സമയത്ത് ഇങ്ങനെ യൂസർ ഐ ഡി 1 കറസ്പോണ്ടിങ് ഉള്ള യൂസർ ഇവിടെ ഉണ്ടോ എന്ന് നോക്കും. ഈ ഒരു 1 കറസ്പോണ്ടിങ് യൂസർ, അതായത് അഡ്മിൻ എന്ന് പറഞ്ഞ യൂസർ ഇവിടെ ഉണ്ടോ എന്ന് നോക്കും. ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? ആ അഡ്മിനെ ഈ ഡിക്ഷണറിക്കകത്ത് ഇട്ടിടും. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് പോയിന്റ് ആണ്. ഓക്കെ, ആ പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പം മേ ബി ഞാനിപ്പോൾ ഡേറ്റാബേസിൽ നിന്ന് എടുത്തത് പോയിന്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാണ്. പോയിന്റ് 10. ഓക്കെ, ഫൈൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് പോയിന്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ഇട്ടു എന്നുള്ളത് മാത്രം, ജസ്റ്റ് ഒരു ടെസ്റ്റ് സാമ്പിൾ ഇത് ചെയ്യാൻ വേണ്ടി മാത്രം. സോ സ്കോർ ബോർഡിനകത്ത് ആദ്യത്തെ യൂസർ വരുന്ന സമയത്ത് എന്താണ്, ആദ്യത്തെ യൂസറിന് 10 പോയിന്റ് കിട്ടി. സോ ആ രജിസ്ട്രേഷൻ ഡോട്ട് യൂസറിന്റെ പോയിന്റ് എന്ന് പറയുന്നത് 10 ആണ്. രണ്ടാമത്തെ ഒബ്ജക്റ്റ് എടുത്തപ്പോൾ വീണ്ടും അതേ അഡ്മിൻ എന്ന് പറഞ്ഞ യൂസർ തന്നെ ആൾക്ക് 5 പോയിന്റ് കിട്ടി. അപ്പൊ എന്താണ്, ആ യൂസർ ഓൾറെഡി ഡിക്ഷണറിക്കകത്തുണ്ട് രണ്ടാമത്തെ ഐറ്ററേഷനിൽ, അല്ലെ? അപ്പം ആ യൂസറിന് എന്തെങ്കിലും ഉണ്ട്, ഓൾറെഡി ഒരു പോയിന്റ് അതിനകത്ത് കിടപ്പുണ്ട്. അപ്പം ആ യൂസർ ഈസ് ഈക്വൽ ടു ആ യൂസർ എന്ന് ഇത് വിളിക്കുമ്പോൾ എന്താണ്, ശരിക്കും ഈ ഒരു യൂസർ എന്ന് വിളിക്കുന്ന സമയത്ത് ഈ ഒരു യൂസറിന്റെ കറണ്ട് പോയിന്റ് ആണ് കിട്ടുന്നത്. ആ പോയിന്റ് പ്ലസ് ഇപ്പോഴത്തെ പോയിന്റ്, ഇപ്പോൾ ഉള്ള പോയിന്റ്, ഓൾറെഡി ഉണ്ടായിരുന്ന പോയിന്റ് പ്ലസ് ഇപ്പോഴത്തെ പോയിന്റ്. അതായത് രണ്ടാമത്തെ തവണ കാണുമ്പം ആദ്യത്തെ പോയിന്റ് എത്ര ആണോ പ്ലസ് ഇപ്പം ഉള്ള പോയിന്റ് എത്ര ആണോ അതുകൂടെ കൂട്ടും. ഓ, ക്ലിയർ ആയത്? അപ്പം നിങ്ങൾക്ക് അവസാനം ഈ ഫോർ ലൂപ്പ് മുഴുവൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പം ഈ സ്കോർ ബോർഡ് എന്ന് പറയുന്ന ഡിക്ഷണറിക്കകത്ത് ആദ്യം അഡ്മിൻ എന്ന് പറയുന്ന യൂസർ, ഓക്കെ, ഞാൻ അഡ്മിൻ മാത്രമേ എഴുതുന്നുള്ളൂ. അഡ്മിന് കറസ്പോണ്ടിങ് ഇവിടെ എത്ര ആയിരിക്കും? ആദ്യം 10 വരും, പിന്നെ 5 കൂടെ കൂട്ടി 15 ആയിരിക്കും ഇവിടെ വരിക. രണ്ടാമത്തെ യൂസർ ഐ ഡി ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യില്ല, ഇവിടെ അടുത്ത ഒരു യൂസർ വരത്തില്ല. സെക്കൻഡ് യൂസർ അല്ലെങ്കിൽ ജെറെന്ന് പറഞ്ഞ യൂസറിനെ ഇവിടെ കാണിക്കില്ല. കോപ്പി ക്ലിയർ? ഇനി അതല്ല, രണ്ടാമത്തെ യൂസർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ ജെറിൻ എന്ന് പറയും. ആ ജെറിന് കിട്ടിയിരിക്കുന്ന പോയിന്റ് എന്താണോ ആ പോയിന്റ് കറസ്പോണ്ടിങ് ഇവിടെ എഴുതി തരും. അപ്പോൾ ഇങ്ങനെ ഒരു ഡിക്ഷണറി ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു ഈ ലോജിക്ക് പിടികിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഒന്നുകൂടെ വേണമെങ്കിൽ ഒന്ന് ഓടിച്ചിട്ട് പറയാം. രജിസ്ട്രേഷൻ ഒരു 0യേക്കാൾ കൂടുതൽ പോയിന്റ് ഉള്ള രജിസ്ട്രേഷൻ ഒബ്ജക്ട്സ് എല്ലാം എടുത്തതിന് ശേഷം അതിനകത്തൊരു യൂസർ ഒബ്ജക്റ്റ് ഉണ്ട്. ആ യൂസർ ഒബ്ജക്റ്റിനെ എടുത്തു കഴിഞ്ഞ് കഴിയുമ്പം ആ യൂസർ ഒബ്ജക്റ്റ് കറണ്ട് സ്കോർ ബോർഡിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഇതുവരെ ഇങ്ങനൊരു ഡൗട്ട് വരണ്ട. .keys ഡോട്ട് കീസ് എന്ന് വിളിച്ചു കഴിഞ്ഞാലും അല്ലാതെ വിളിച്ചു കഴിഞ്ഞാലും ഒരേപോലെയാണ്. ഓക്കെ, രജിസ്ട്രേഷൻ യൂസർ നോട്ട് ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് ഡാഷ്ബോർഡ് എന്ന് വിളിച്ചാലും കോണ്ടെക്സ്റ്റ് ഓഫ് ഡാഷ്ബോർഡ് ഡോട്ട് കീസ് എന്ന് വിളിച്ചാലും ഈ കീസിനകത്ത് ഇതുണ്ടോ എന്നുള്ളതായിരിക്കും ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ കീക്കകത്ത് കറണ്ട് യൂസർ ഉണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ആ യൂസറിനെ ആഡ് ചെയ്തിട്ട് ആ പോയിന്റ് അങ്ങോട്ട് കൊടുക്കും. അതല്ല, ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴത്തെ പോയിന്റ് പ്ലസ് ഇതുവരെ ഉണ്ടായിരുന്ന പോയിന്റ് പ്ലസ് ഇപ്പോഴത്തെ പോയിന്റിലൂടെ ആഡ് ചെയ്തിട്ട് ഈ യൂസർ മാത്രം ഇടും. ഓഫ് ദസ് ക്ലിയർ? അപ്പൊ ആ ഒരു കേസ് ക്ലിയർ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, ആ ഒരു വാല്യൂ കോൺടെക്സ്റ്റിൽ കൂടെ നമുക്ക് പാസ് ചെയ്ത് വിടാം.
ഓക്കെ, ഇത് ഒരു ഡിക്ഷണറി ആയിട്ടാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഡിക്ഷണറിനെ നമ്മൾ സ്പ്ലിറ്റ് ആക്കിയതിനു ശേഷം നമ്മൾ കോൺടെക്സ്റ്റ് ആയിട്ട് ടെംപ്ലേറ്റിലോട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഈസ് ഇക്വൽ ടു ഓഫ് ഐറ്റംസ് എന്ന് കൊടുക്കുക. അപ്പൊ എന്താണ്, ഇതൊരു ഡിക്ഷണറി എന്നതിന് പകരം അതൊരു എന്താ പറയുന്നത്, ഒരു ലിസ്റ്റ് ഓഫ് ടപ്പിൾസ് എന്ന രീതിയിലായിരിക്കും ഇതിപ്പോ കിടക്കുക. ഓക്കെ, ലിസ്റ്റ് ഓഫ് ടപ്പിൾസ് എന്ന രീതിയിലായിരിക്കും ഇപ്പൊ കിടക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാം, ടെംപ്ലേറ്റിനകത്ത് ഇത് ഈസിലി യൂസ് ചെയ്യാം. ഇത്രയും ഓക്കെ ആണ് എന്ന് കരുതുന്നു. സോ ഏതാണ് ഇവിടെ ലോഡ് ചെയ്യേണ്ട ടെംപ്ലേറ്റ്? ടെംപ്ലേറ്റ് നെയിം ഇസ് ഈക്വൽ ടു ഇവന്റ് സ്ലാഷ് സ്കോർബോർഡ് ഡോട്ട് HTML എന്ന് പറഞ്ഞ പേര് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇവന്റിനകത്ത് സ്കോർബോർഡ് എന്ന് പറഞ്ഞൊരു HTML പേജ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി ഉള്ള ലിസ്റ്റോ ഡീറ്റെയിലോ ഏതെങ്കിലും എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ആ കണ്ടന്റ് ഞാൻ തൽക്കാലം ഓക്കെ ഒരു അവൈറ്റിംഗ് റിസൾട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ടേബിളിനകത്ത് റിസൾട്ട് എന്ത് ചെയ്യാം, ഈ ഒരു സ്കോർ ബോർഡിനകത്തോട്ട് പേസ്റ്റ് ചെയ്യാണ്. ഫൈൻ. സോ ഇവിടെ എന്താണ്, സ്കോർ ബോർഡ് എന്ന ടൈറ്റിൽ കൊടുത്തു. അതിനുശേഷം ഓക്കെ, ഇവിടെ എന്താണ്, ഏത് യൂസറാണോ ഉള്ളത്, യൂസർ ഇപ്പം നേടിയിരിക്കുന്ന പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ എന്താണ്, ഹാഷ് ID യൂസർ പോയിന്റ്സ്. ഈ രീതിയിലായിരിക്കും നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യേണ്ടത്. ഈ വ്യൂവിനകത്ത് സ്കോർ ബോർഡ് എന്ന് പറയുന്ന കീക്ക് റെസ്പോണ്ട് ചെയ്യാണ് നമ്മൾ ഈ വാല്യൂ കൊടുക്കുന്നത്. സോ നമ്മൾ ഇവിടെ ഒബ്ജക്റ്റ് ലിസ്റ്റിന് പകരം സ്കോർ ബോർഡ് എടുക്കുക, ഫോർ യൂസർ പോയിന്റ് ഇൻ സ്കോർ ബോർഡ്. ഓക്കെ, പിന്നെ ഞാൻ ഈ ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും, ഫോർ ലൂപ്പ് ഡോട്ട് കൗണ്ടർ എന്ന് പറയുന്ന വേരിയബിൾ. ഓക്കെ, ഈ ഫോർ ലൂപ്പിലെ എത്രാമത്തെ കൗണ്ട് ആണിത്? അതായത് ഫസ്റ്റ് തവണ കറങ്ങുന്ന സമയത്ത് അവിടെ 1 വരും, സെക്കൻഡ് തവണ കറങ്ങുന്ന സമയത്ത് അവിടെ 2 വരും, മൂന്നാമത്തെ തവണ കറങ്ങുന്ന സമയത്ത് അങ്ങനെ 3 വരും. ആ രീതിയിൽ 1 2 3 4 എന്ന് നമുക്ക് ഇട്ട് പോകാൻ വേണ്ടി സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ജാങ്കോ തരുന്ന ഒരു ഫീച്ചറാണ് ഫോർ ലൂപ്പ് ഡോട്ട് കൗണ്ടർ. ഓക്കെ, അതൊരു ഫോർ ലൂപ്പിനകത്ത് മാത്രമേ വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ ആ ഫോർ ലൂപ്പിനകത്ത് എന്ത് ചെയ്യും, ഫസ്റ്റ് തവണ വരുമ്പോൾ 1 സെക്കൻഡ് 2 തേർഡ് 3 എന്നുള്ള രീതിയിൽ ഇങ്ങനെ മാറും. രണ്ടാമത്തേത് ഒരു യൂസറാണ്. സോ യൂസർ ഡോട്ട് ഫസ്റ്റ് നെയിം ഡിഫോൾട്ട് ആയിട്ട് എന്താ വേണ്ടത്, ഡിഫോൾട്ട് ആയിട്ട് വേണ്ടത് യൂസർ ഡോട്ട് യൂസർ നെയിം. എന്തെങ്കിലും കാരണവശാൽ ഫസ്റ്റ് നെയിം ഇല്ലാന്നുണ്ടെങ്കിൽ യൂസർ ഡോട്ട് യൂസർ നെയിം ആയിരിക്കും വരേണ്ടത്. ഇനി മൂന്നാമത്തെ എന്താണ് വരേണ്ടത്, അവിടെ പോയിന്റ് ആണ് വരേണ്ടത്. ഓക്കെ, ഇനിയിപ്പം ഒരു യൂസറും ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് വരും, നോ ഓക്കെ, നോ സ്കോർസ് ആർ ബീൻ പബ്ലിഷ് യെറ്റ്, പ്ലീസ് ചെക്ക് ആഫ്റ്റർ സം ടൈം എന്നൊരു മെസ്സേജ് കൂടെ നമ്മൾ കൊടുക്കുന്നു. ഫൈൻ. അപ്പം എങ്ങനെയാണ് ഒരു സ്കോർ ബോർഡ് കാണിക്കുന്നത് എന്നുള്ളത് ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കിനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്കോർ ബോർഡ് നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, അത് ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്തു. എല്ലാവർക്കും അറിയാം എന്തായാലും ആ വ്യൂവിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും തന്നെ നമ്മൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിനൊരു സ്പേസ് വെച്ച് ഒരു സ്റ്റാർ വെച്ച് റീപ്ലേസ് ചെയ്യാം. ഹോപ്പ്ഫുള്ളി ഓക്കെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ സ്കോർ ബോർഡ്. ഇനി നമുക്കിത് കാണേണ്ടത് ബ്രൗസറിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കാണണം അല്ലേ. സോ നമ്മുടെ മെനുവിൽ ഈ ഒരു ഐറ്റം കൊടുക്കണം. ഓതന്റിക്കേഷനകത്ത് ടെംപ്ലേറ്റ്സിനകത്ത് അഡ്മിൻ LT-ക്കകത്ത് മെയിൻ സൈഡ് ബാറിനകത്ത് ഏറ്റവും അവസാനം സ്കോർ ബോർഡ് എന്ന് പറയുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യണം, URL കൊടുക്കണം. URL സ്കോർ ബോർഡ്. ഞാൻ എല്ലാത്തിനും ആവശ്യമില്ലാതെ കുറെ
എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് അതൊന്ന് ക്ലിയർ ചെയ്ത് വിടുകയാണ്. ഓക്കെ, സ്കോർ ബോർഡ് എന്ന് പറഞ്ഞ വ്യൂ വന്നിട്ടുണ്ട്. നോ സ്കോർസ് ആർ ബീൻ പബ്ലിഷ്, പ്ലീസ് ചെക്ക് ആഫ്റ്റർ സം ടൈം. എന്തുകൊണ്ടാണ് അതങ്ങനെ കാണിച്ചത്? ഇപ്പോൾ ഈ യൂസറിൻ്റെയും ഡേറ്റ ഇവിടെ വരുന്നില്ല. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ ക്വറി കറക്റ്റ് ആണോ എന്ന്. നമ്മൾ ഓൾറെഡി ഇവിടെ ഷെല്ല് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഓൾ ഡോട്ട് ഫിൽറ്റർ പോയിന്റ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആയിട്ട് എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ? ഓക്കെ, രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ടേബിൾ നമ്മളവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. സോ നമ്മൾ അത് ആദ്യം ഒന്ന് ഇമ്പോർട്ട് ചെയ്ത് നോക്കാം. അതിനുശേഷം ഓക്കെ, അപ്പം പോയിന്റ് എന്ന് പറയുന്നത് 0യേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള പോയിന്റ്സ് ഒന്നും ഇവിടെ വന്നിട്ടില്ല. ഇവന്റ് രജിസ്ട്രേഷൻ നമ്മൾ ഡി ബിയിൽ ഓൾറെഡി ചേഞ്ച് വരുത്തി, പക്ഷെ അത് ഇവിടെ റിഫ്ലക്റ്റ് ആയിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നോക്കാം. ഷെൽ ഞാനിതിവിടെ ഒന്ന് ഇതിൽ ലോഡ് ചെയ്തു. ഗെറ്റ് യൂസർ മോഡലിൻ്റെ ആവശ്യം ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. സോ നമുക്കുള്ളത് രജിസ്ട്രേഷൻ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഫിൽറ്റർ പോയിന്റ് ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. ഇവിടെ ഞാൻ രജിസ്ട്രേഷൻ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഓൾ ഡോട്ട് ഫിൽറ്റർ എന്നാണ് ഞാൻ മുകളിൽ യൂസ് ചെയ്തത്. പക്ഷേ ഇവിടെ ടെർമിനൽ യൂസ് ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഫിൽറ്റർ എന്ന് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അത് പ്രശ്നമില്ല. രജിസ്ട്രേഷൻ ഡോട്ട് ഒബ്ജക്ട്സിന് ശേഷം ഓൾ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇവിടെ പോയിന്റ് ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നുമില്ല. സോ എന്തെങ്കിലും ഇഷ്യൂ ഡേറ്റാബേസിലാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് എല്ലാത്തിനെയും ഫിൽറ്ററിനകത്ത് ഞാൻ പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് അതും എന്ത് ചെയ്യുന്നു, ഓൾ എന്ന രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് REG ഇൻ രജിസ്ട്രേഷൻ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഫിൽറ്റർ നമുക്ക് ആ വാല്യൂസ് ഒക്കെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് REG ഡോട്ട് പോയിന്റ്. ഓക്കെ, എല്ലാത്തിൻ്റെയും പോയിന്റ് 0 തന്നെയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ ഡേറ്റാബേസിലെ ഡേറ്റാസ് അപ്ഡേറ്റ് ആയിട്ടില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു. സോ നമുക്ക് ഏതായാലും സേവ്. ഓക്കെ, സേവ് ചെയ്തു. സോ നമുക്ക് ഒന്നുകൂടെ ഒന്ന് എടുത്തു നോക്കാം. ഓക്കെ, ആ ഡേറ്റാബേസിൽ നമ്മൾ സേവ് ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ആ വാല്യൂസ് റിഫ്ലക്റ്റ് ആവാഞ്ഞത്. ഇനി നമുക്ക് ഈ ഒരു കൊറി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, 2 ഐറ്റംസ് വന്നിട്ടുണ്ട്. 2 അഡ്മിൻ അഗെയിൻസ്റ്റ് തന്നെയാണ്. സോ നമ്മൾ ഇപ്പോൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 15 പോയിന്റ് അഡ്മിന് കിട്ടണം. സോ അവർ സ്കോർ ബോർഡ് ഈസ് റെഡി. ഓക്കെ, ഞാൻ പേജസ് ഭംഗിയാക്കുന്നതിലൊന്നും അധികം കോൺസെൻട്രേഷൻ കൊടുത്തിട്ടില്ല. യു ക്യാൻ ഓൾവേസ് ഡു ദാറ്റ്. ഓക്കെ, സ്കോർ ബോർഡ് അതിനകത്ത് ഞാൻ ഈ ഇത്തരം പോയിന്റ്സും കാര്യങ്ങളും ഇത് ചെയ്തു. സോ നമുക്ക് എന്ത് ചെയ്യുന്നു, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഈ സ്കോർ ബോർഡിൽ ലിസ്റ്റ് താഴോട്ട് വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇത് ഓർഡറിൽ തന്നെയാണോ വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിച്ചിട്ടില്ല. കാരണം ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഓർഡർ ചെയ്യാനുള്ള ഒന്നും തന്നെ നമ്മളിവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, കുറേ ഡേറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഓർഡർ ചെയ്യാൻ വേണ്ടി ഒന്നും കൊടുത്തിട്ടില്ല. സോ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു സ്കോർ ബോർഡ് എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ ഈ ഒരു നമ്പർ ഓഫ് ലൈൻ 121 എന്ന് പറഞ്ഞ ലൈനിൽ വെച്ച് ഇതെന്ന് പറയുന്നത് ഒരു ലിസ്റ്റ് ഓഫ് ടപ്പിൾസ് ആണ് അല്ലേ. ആ ലിസ്റ്റ് ഓഫ് ടപ്പിൾ എന്ന് പറഞ്ഞാൽ ആ ടപ്പിളിന്റെ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് യൂസറും സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത് എന്തുവാണ്, സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ പോയിന്റുമാണ്. സോ വി ക്യാൻ സോർട്ട് ഹിയർ SORTED. ഓക്കെ, അല്ലെങ്കിൽ ഡോട്ട് സോർട്ട് വിളിക്കുമ്പോൾ എന്ത് വെച്ചാണ് സോർട്ട് ചെയ്യേണ്ടത്, നമ്മുടെ സെക്കൻഡ് ടപ്പിളിനകത്തുള്ള സെക്കൻഡ് ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ സോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ കീ ഈക്വൽ ടു ലാംഡ എക്സ് അല്ലെങ്കിൽ എന്താ പറയുന്നത് റോ അല്ലെങ്കിൽ ഐറ്റം കിട്ടിക്കഴിഞ്ഞാൽ ഐറ്റം ഓഫ് 1 വെച്ചിട്ടായിരിക്കും സോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് സോർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈക്വൽ ടു ഒരു ലിസ്റ്റ്, ആ ലിസ്റ്റിനകത്ത് A,25
B, comma 15. C, comma 75. ഹോപ്പ്ഫുള്ളി ഏതെന്ന് പറഞ്ഞൊരു ഇത് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ എ ഡോട്ട് സോർട്ട് അടിച്ചു കഴിഞ്ഞാൽ എ എന്താണ് വരുന്നത്? പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും കാണിക്കുന്നില്ല. എ ഡോട്ട് സോർട്ടിനകത്ത് കീ ഈക്വൽ ടു ലാംഡ ഐറ്റം ഓഫ് 1 കൊടുത്തു കഴിഞ്ഞിട്ട് എ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ 15, 20, 75 ആ ഒരു പോയിന്റ്സിന് അസെൻഡിങ് ഓർഡറിൽ സോർട്ടായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ റിവേഴ്സ് ചെയ്യണം അല്ലേ? ശരിക്കും നമുക്ക് ഡിസെൻഡിങ് ഓർഡറിൽ വേണ്ടിയാണ്. സോ റിവേഴ്സ് ഇസ് ഇക്വൽ ടു ട്രൂ കൊടുത്തു കഴിഞ്ഞാൽ എ സോർട്ട് ചെയ്യുന്നത് നേരെ റിവേഴ്സിലായി. ഹോപ്പ് ഇത് ക്ലിയർ ആണെന്നുള്ള കാര്യം. സോർട്ടിനകത്ത് ലാംഡ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷനകത്ത് എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇതിലുള്ള സ്കോർ ബോർഡിലുള്ള ഓരോ ഐറ്റവും എടുത്തിട്ട് ആ ഒരു ഐറ്റം എന്ന് പറയുന്ന വേരിയബിളിനകത്തോട്ട് ഇട്ട് കൊടുക്കും. അതായത് എന്താണ്? ഓരോ ടപ്പിൾ ഇട്ട് കൊടുക്കും. അപ്പം അതിൽ എന്ത് വാല്യൂ വെച്ചിട്ടാണ് സോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുക്കണം. നമ്മളത് ഫസ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ എന്താണ്? ആ ടപ്പിലുള്ള സെക്കൻഡ് വാല്യൂ വെച്ചിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്, സോർട്ട് ചെയ്യുന്നത്. സോ REV ഓക്കെ റിവേഴ്സ് ഇസ് ഈക്വൽ ടു ട്രൂ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് സോർട്ടഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് ഇനിയും കിട്ടുക. ഇവിടെ ഡിക്റ്റ് ഐറ്റം ഹാസ് നോ അട്രിബ്യൂട്ട് സോർട്ട്. ഓക്കെ, ഇത് ആക്ച്വലി ഡിക്റ്റ് ഐറ്റം ആണ്, ഡിക്ഷണറി ഐറ്റം ആണ്. ഇത് ഐറ്റംസ് എന്ന് വിളിച്ചു കഴിയുമ്പോൾ ഡിക്ഷണറി ഐറ്റം ആയിട്ടാണ് വിളിക്കുന്നത്. സോ നമുക്ക് ഇതിനെ ലിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഡിക്ഷണറി ഐറ്റം എന്ന് പറയുന്ന ഒരു ക്ലാസ്സിന്റെ ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, അതിന് സോർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇല്ല. സോ ബെറ്റർ എന്ത് ചെയ്യണം? ഇതിന് ലിസ്റ്റ് ആയിട്ട് നമുക്ക് അത് ഇപ്പൊ തന്നെ കൺവേർട്ട് ചെയ്യാം. ഇവിടെ വെച്ചിട്ട് തന്നെ കൺവേർട്ട് ചെയ്യാം. ഫൈൻ. ഇപ്പൊ എന്താണ്? ഇത് ഡിക്റ്റേറ്റ് മാറിയിട്ട് ഇതൊരു ലിസ്റ്റ് ആയി. ഓക്കെ, ഹോപ്പ് ഇത് ക്ലിയർ ആയി പ്രതീക്ഷിക്കുന്നു. സോ കുറച്ച് നമുക്ക് ഡേറ്റ ഇട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് കറക്റ്റ് ആയിട്ടുണ്ടോ, എന്തെങ്കിലും ഇഷ്യൂ ആയിട്ടുണ്ടോ. ഓക്കെ, സോ നമ്മൾ കുറെ ലിസ്റ്റുകൾ പഠിച്ചു, കുറെ ലിസ്റ്റിംഗ് പഠിച്ചു, ഒരു പേജ് ഡീറ്റെയിൽ പഠിച്ചു. അതായത് രജിസ്ട്രേഷൻ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഒരു ഡീറ്റെയിൽ പേജ് ഉണ്ടാക്കാൻ പഠിച്ചു. ഡീറ്റെയിൽ പേജ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഇവിടെ എന്ത് ചെയ്യുന്നു? നമ്മൾ PK എന്ന് പറയുന്ന ഇതാണ് URL പാറ്റേൺ എങ്കിൽ ഇവിടെ വരുന്ന സാധനം PK ആയിരിക്കും എന്ന്, അല്ലെങ്കിൽ ഇവിടെ വരുന്ന വാല്യൂ എന്തും ആവാം. ആ വാല്യൂവിനെ PK ഈക്വൽ ടു ആ വാല്യൂ എന്ന പേരിൽ എന്ത് ചെയ്യണം? നമ്മുടെ വ്യൂവിനകത്തോട്ട് പാസ് ചെയ്യണം, അല്ലെങ്കിൽ പാസ് ചെയ്യണമെന്ന് നമ്മളിവിടെ URL-നകത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡീറ്റെയിൽ വ്യൂവിനകത്ത് ഇതാണ് URL പാറ്റേൺ. സോ ആ പാറ്റേണിനകത്ത് നടുക്കി വരുന്നത് ഇതൊരു ഇൻറ്റിജർ നമ്പർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ വാല്യൂ എന്താണോ ആ വാല്യൂവിനെ എടുത്തിട്ട് ഈ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഗെറ്റ് ഫംഗ്ഷൻ വിളിക്കുന്ന സമയത്ത് ഇവൻ ഡീറ്റെയിൽ വ്യൂ ഓഫ് ഗെറ്റ് ആദ്യം റിക്വസ്റ്റ് ഒബ്ജക്റ്റ് തരും, പിന്നെന്താണ്? PK ഈക്വൽ ടു 1 എന്ന രീതിയിൽ വേണം ഇതിന്റെ ഗെറ്റ് ഫംഗ്ഷനെ വിളിക്കാൻ എന്നുള്ളതാണ്. ആക്ച്വലി ഇതാണ് ആ ഒരു URL-ന്റെ അർത്ഥം. ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ PK ഈക്വൽ ടു 1, PK ഈക്വൽ ടു ഇവിടെ വരുന്ന വാല്യൂ എന്താ? ഈക്വൽ ടു വാല്യൂ എന്നുള്ള രീതിയിൽ ഈ ഗെറ്റ് ഫംഗ്ഷനകത്തോട്ട് നമുക്ക് പാസ് ചെയ്തു. ഇതിനെ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? KWRGS എന്ന എല്ലാ വ്യൂവിനകത്തും, അതായത് ഗെറ്റിനകത്തും പോസ്റ്റിനകത്തും ഇടുന്നത് ഈ ഒരു ഇൻഫോർമേഷനെ എടുക്കാൻ വേണ്ടിയാണ്. ഓഫ് ദാറ്റ്സ് ക്ലിയർ. അപ്പോൾ നമ്മൾ ഒരു ലിസ്റ്റ് വ്യൂ പഠിച്ചു, ഒരു ഡീറ്റെയിൽ വ്യൂ പഠിച്ചു, അതിനുശേഷം ഒരു കസ്റ്റം ലിസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വിവരം പഠിച്ചു. ഓക്കെ, ഈ ഒരു കാര്യം തന്നെ നമുക്കിനി ക്വറി സെറ്റ് വെച്ച് ചെയ്യാം. അത് കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷം, കുറച്ചുകൂടെ ജാങ്കോയിൽ എഫിഷ്യൻ്റ് ആയതിനു ശേഷം ക്വറി സെറ്റ് എങ്ങനെ യൂസ് ചെയ്യുന്നത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സാധനം തന്നെ എങ്ങനെയാണ് നമ്മൾ ക്വറി സെറ്റ് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ള കാര്യം സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? പഠിച്ചു വരാൻ പറ്റും. ഓക്കെ, ഇപ്പൊ എല്ലാം കൂടെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. സോ നമ്മുടെ ഈ ഒരു പ്രൊജക്ടിന്റെ സ്കോപ്പിലുള്ള ഐറ്റംസ് എല്ലാം അത്യാവശ്യം കഴിഞ്ഞു. ഓക്കെ, ഇവിടെ എന്താണ്? ഇവിടെ /admin വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ലോഗൗട്ട്
ഓക്കെ, ചേഞ്ച് പാസ്വേഡിന്റെ URL മാറ്റണം എന്നൂടെ നമ്മൾ ഇടയ്ക്കൊന്ന് മെൻഷൻ ചെയ്തിട്ടായിരുന്നു അല്ലേ? ജാങ്കോ ഓക്കെ, പാസ്വേഡ് ചേഞ്ച് URL എവിടെയാണ് കൊടുക്കുന്നത്? പാസ്വേഡ് ചേഞ്ച് URL ജാങ്കോ പാസ്വേഡ് ചേഞ്ച് URL എന്താണെന്നുള്ളത് നമുക്ക് ഗൂഗിളിൽ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കാം. സെറ്റിങ്സിനകത്ത് എവിടെയെങ്കിലും കൊടുക്കാൻ ചാൻസ് ഉള്ള ഒരു ഇതാണ്. നമ്മുടെ ഇൻഡെക്സ് പേജിനകത്ത് ഇവിടെ ഒരു ഐറ്റം വന്നു കഴിയുമ്പോൾ ഇവിടെ പാസ്വേഡ് ചേഞ്ച് എന്ന് പറയുമ്പോൾ admin/പാസ്വേഡ് ചേഞ്ച് എന്നുള്ളതാണ് ഇവിടെ ശരിക്കും കാണാൻ പറ്റുന്നത് അല്ലെ? admin/പാസ്വേഡ് ചേഞ്ച് എന്ന് പറഞ്ഞ URL പോകുന്നത്. സോ നമുക്കത് നോക്കാം. പാസ്വേഡ് ചേഞ്ച് ഓക്കെ, അപ്പം അങ്ങനെ ഒരു സെറ്റിങ്സ് ഫയൽ ഇതിനകത്തുള്ളതായിട്ട് തോന്നുന്നില്ല, കാരണം സെറ്റിങ്സ് ജാങ്കോയിലുള്ളതെന്ന് തോന്നുന്നില്ല. സോ ഈ ഒരു API വന്നിരിക്കുന്നത് നമ്മൾ വിളിച്ചിരിക്കുന്ന അഡ്മിനിറ്റി എന്ന് പറയുന്ന ടെംപ്ലേറ്റിലാണ്. സോ അതിന്റെ ഡോക്യുമെന്റേഷനിൽ കൂടെ നമുക്കൊന്ന് നോക്കാം. ഡോക്സ് ജാങ്കോ അഡ്മിനിറ്റി ടു ഡോക്സ്. ഓക്കെ, ഇതിനകത്ത് ടെംപ്ലേറ്റ്സ് ആൻഡ് ബ്ലോക്ക് റെഫറൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ലോഗൗട്ട് URL, അവതാർ URL എന്ന് പറഞ്ഞ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ബ്ലോക്ക് റെഫറൻസിൽ ഇതിനകത്ത് കുറെ ഐറ്റംസ് ബേസ് URL പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബേസ് URL, ടെംപ്ലേറ്റ്സിനകത്ത് ഹെഡർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദ URL ടു ചേഞ്ച് ദ പാസ്വേഡ് ഇന്റർഫേസ്. അപ്പോൾ എന്താണ് ചേഞ്ച് പാസ്വേഡ് URL എന്ന് പറഞ്ഞിട്ടൊരു ഓക്കെ, ചേഞ്ച് പാസ്വേഡ് URL എന്ന് പറഞ്ഞിട്ടൊരു URL ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് എങ്ങനെയാ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബ്ലോക്കാണ്. ഓക്കെ, ഇതൊരു ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് പാസ്വേഡ് URL ഹിയർ ഇവിടെ കൊടുത്തിരിക്കുന്നത് ബ്ലോക്ക് ചേഞ്ച് പാസ്വേഡ് URL ഇസ് ഈക്വൽ ടു URL ഓഫ് അഡ്മിൻ പാസ്വേഡ് ചേഞ്ച് എന്നാണ് ഇവിടെ ഓൾറെഡി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ടെംപ്ലേറ്റിൽ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ബ്ലോക്ക് ചേഞ്ച് പാസ്വേഡ് URL എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇത് അവരൊരു ബ്ലോക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇത് ഏതിൻ്റെയാണ്? ഇത് കൊടുത്തിരിക്കുന്നത് ഫൂട്ടറിനകത്താണ്. നമുക്കൊന്ന് മേളിലോട്ടൊന്ന് പോയി നോക്കാം. ഇത് കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ admin.lt ലിബിനകത്ത് മെയിൻ header.html എന്ന് പറഞ്ഞ ഫയലിനകത്താണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഇപ്പം ഇത് കോപ്പി ചെയ്തില്ലായിരുന്നോ? സൈഡ് ബാർ കോപ്പി ചെയ്തില്ലേ? സൈഡ് ബാർ കോപ്പി ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അവരുടെ ആപ്പിനകത്ത് ഇങ്ങനൊരു ഫയൽ കിടപ്പുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനെ ഓവർറൈഡ് ചെയ്തിട്ട് നമ്മളൊരു ഫയൽ ഉണ്ടാക്കി അതിനകത്ത് നമ്മൾ മെനു ഇട്ടു. മെനു ഇട്ട സമയത്ത് എന്ത് ചെയ്തു, നമ്മൾ ആ മെയിൻ ഫയലിനെ അല്ലെങ്കിൽ അവരുടെ ആപ്പിനകത്തുള്ള ഫയലിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഇത് എഴുതുന്നതെന്ന് പറഞ്ഞു വെച്ചു. സെയിം അതേ രീതി തന്നെയാണ് നമുക്ക് ഇവിടെയും ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മെയിൻ ഹെഡർ എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്, ആ മെയിൻ ഹെഡർ എന്ന് പറഞ്ഞ ഫയൽ കൊടുത്തു. ഓക്കെ, അതെന്ത് ചെയ്യുന്നു, ആ മെയിൻ ഹെഡർ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്ന കൊണ്ട് തന്നെ ആദ്യമേ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ,
ആദ്യം ഇത് കൊടുത്തിരിക്കുന്ന എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് എന്താണ്? പാസ്വേഡ് ചേഞ്ച് URL എന്ന് പറയുന്ന ബ്ലോക്കാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു ബ്ലോക്ക് മാത്രമായിട്ട് ബ്ലോക്ക് ചേഞ്ച് പാസ്വേഡ് URL എന്ന് പറയുന്ന ബ്ലോക്കാണ്. ഇതിനകത്ത് എന്ത് URL ആണോ നമ്മൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന URL എന്താണോ ആ URL നമ്മൾ ഇങ്ങോട്ട് കൊടുത്തു തരാൻ മാത്രം മതി. ഇത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കി കാണുമെന്ന് ഞാൻ അറിയാം, എന്നാലും ഒന്ന് ക്ലിയർ ചെയ്യാണ്. ഇത് അഡ്മിനൽറ്റി എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന 3 മെയിൻ HTML ഫയൽസ് ഉണ്ട്. ഒന്ന് മെയിൻ സൈഡ് ബാർ, മെയിൻ ഹെഡർ, മെയിൻ ഫുഡ് ബാർ. അതായത് മെയിൻ ഹെഡർ എന്ന് പറയുമ്പോൾ ഈ മുകളിൽ കാണുന്ന സാധനങ്ങളും ഈ ഒരു ബ്ലൂ ബാറിനകത്ത് വരുന്ന ഐറ്റംസും അതിനകത്ത് വരുന്ന ഇതെല്ലാം അടക്കമാണ് എന്ത് ചെയ്യുന്നു, മെയിൻ ഹെഡർ എന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. മെയിൻ സൈഡ് ബാർ എന്ന് ഉദ്ദേശിക്കുന്ന സാധനം ഈ ഒരു മെനു കാണിക്കാൻ വേണ്ടിയുള്ള ഐറ്റംസ് എല്ലാമാണ് മെയിൻ സൈഡ് ബാർ എന്ന് പറയുന്ന ഒരു HTML ഫയലാക്കി അവർ ഇട്ടിരിക്കുന്നുണ്ട്. ഓക്കെ. മെയിൻ ഫൂട്ടർ എന്ന് പറയുമ്പോൾ ഈ ഒരു സാധനം മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫൂട്ടർ ആക്കി അവർ ഇട്ടിട്ടുണ്ട്. ഓക്കെ. ഇതിനകത്ത് കണ്ടന്റ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. സോ ഇവർ പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് എന്ത് ചെയ്യുന്നു, ഒരു മെയിൻ ഫയലുണ്ട്. ആ മെയിൻ ഫയലിനകത്ത് അവരെന്ത് ചെയ്യും, 4 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഹെഡർ, ഇത് സൈഡ് ബാർ, ഇത് കണ്ടന്റ്, ഇത് ഫൂട്ടർ. ഓക്കെ. അപ്പോൾ ഈ ഹെഡറിനകത്തുള്ള കണ്ടന്റ്സ് എല്ലാം അവർ ഒരുമിച്ച് മെയിൻ ഹെഡർ എന്ന് പറയുന്ന ഫയലിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ. എനിവേ ഇത് അകത്തോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം ഒരു മെയിൻ ബേസ് ഫയൽ കാണും. ആ ബേസ് ഫയലിൽ നിന്ന് ഹെഡർ ഫയൽസ് കൊടുത്തിട്ടുണ്ട്. ആ ഹെഡർ ഫയലിനകത്ത് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, കുറെ അധികം കാര്യങ്ങൾ ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഡോക്യുമെന്റേഷൻ, ആ ഹെഡർ ഫയലിൽ കൊടുത്തിരിക്കുന്ന സാധനങ്ങളുടെ ഡോക്യുമെന്റേഷൻ ആണ്. ഈ ലോഗോ മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ലോഗോ HREF എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലോഗോ മാറ്റാം. അതുപോലെ തന്നെ ലോഗോയുടെ ടെക്സ്റ്റ് അഡ്മിൻ LTE, ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്, അഡ്മിൻ എന്ന് പറയുന്ന ബ്ലോക്കിലും LTE എന്ന് പറയുന്ന ബ്ലോക്ക് അല്ല, ബോൾഡിലും ബോൾഡ് അല്ലാതെ കൊടുത്തിരിക്കുക. അപ്പൊ അത് മാറ്റാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഈ ഫയലിനകത്ത് ലോഗോ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. ഓക്കെ. നമുക്ക് വേണമെങ്കിൽ ഒന്ന് മാറ്റി നോക്കാം, ലോഗോ ടെക്സ്റ്റ് ഒന്ന് മാറ്റി നോക്കാം. ഇങ്ങനെ ഒരു ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ബ്ലോക്കിനകത്ത് എന്താണ് നമുക്ക് കൊടുക്കേണ്ടത്, ആർട്സ്, ARTSMGT. ഓക്കെ. ആർട്സ് മാനേജ്മെന്റ് കൊടുത്തിട്ട് നമ്മളിവിടെ റീഫ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ടൈറ്റിൽ മാറി. ഓക്കെ. അപ്പൊ ഇവിടെ കണ്ടോ ഒരു ALT എന്ന് പറഞ്ഞിട്ട് പിന്നെ വന്നിട്ടുണ്ട്, ഇത് മിനിമൈസ് ചെയ്യുന്ന സമയത്ത്. അപ്പം അതെന്താണ്, മിനിമൈസ് ചെയ്യുന്ന സമയത്ത് എന്ത് പേരാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ സ്മോൾ ടെക്സ്റ്റ്, ലോഗോ സ്മോൾ ടെക്സ്റ്റ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പം അത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതൊന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആർട്സ് മാനേജ്മെന്റ് മൊത്തമായിട്ട് കൊടുത്തു. മിനിമൈസ് ചെയ്യുന്ന സമയത്ത് ആർട്സ് എന്ന് മാത്രമുള്ള ടെക്സ്റ്റ് കൊടുത്തു. അപ്പം അതിനെന്ത് ചെയ്താൽ മതി, ബ്ലോക്കിൽ ലോഗോ എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. അതുപോലെ ഓരോ സെക്ഷനും ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഓരോന്നും ഇവർ ബ്ലോക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ട്യൂട്ടോറിയൽ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചേഞ്ച് പാസ്വേഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ലോഗ് ഔട്ട് URL വേറെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടി. ഇനിയിപ്പോൾ അതെന്താണ്, ഫൂട്ടറിലും അതുപോലെ തന്നെ. ഫൂട്ടറിൽ എന്താ കൊടുത്തിരിക്കുന്നത്, റൈറ്റിൽ എഴുതിയിരിക്കുന്ന വേർഷനിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ, അല്ലെങ്കിൽ കോപ്പിറൈറ്റിൽ ലീഗൽ കോപ്പിറൈറ്റിൽ എഴുതിയിരിക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ, അപ്പം അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള മൊത്തം സാധനത്തിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ. അപ്പം അങ്ങനെ ഫൂട്ടർ. പിന്നെ മെയിൻ ബാർ, സൈഡ് ബാർ എന്ന് പറയുമ്പോൾ സൈഡ് ബാർ കൊടുത്തിരിക്കുന്ന നാവിഗേഷൻ, ലിങ്ക്, ഫോംസ്, യൂസർ പാനൽ, അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഇവിടെ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അതിനുള്ള സപ്പോർട്ട് ഇവർ ഇതിനകത്ത് തരുന്നുണ്ട്. ഓക്കെ. അപ്പം ജസ്റ്റ് പാസ്വേഡ് മാറ്റുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒരു ഫയൽ, ആ ഫയലിനകത്ത് എന്ത് ചെയ്യുന്നു, ഇവർ ഓൾറെഡി എഴുതിയിട്ടിരിക്കുന്ന ഫയലിനെ ഓവർ റൈഡ് ചെയ്തുകൊണ്ട് അതേ പാത്തിൽ എന്ത് ചെയ്യുന്നു, ടെംപ്ലേറ്റിനകത്ത് അതേ പാത്തിൽ നമ്മളൊരു ഫയൽ കൊണ്ട് നിർത്തിയിരിക്കുന്നു. സെറ്റിംഗ്സിൽ നമ്മുടെ ആപ്പാണ് മുകളിൽ എന്നുള്ളത് കൊണ്ട് നമ്മുടെ ആപ്പ് ആദ്യം ലോഡാവും. ഓക്കെ. അപ്പൊ അതിനകത്ത് എക്സ്റ്റൻസ് അഡ്മിനിറ്റി എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആപ്പിൽ ഈ ഒരു ഫയൽ അല്ലാതെ വേറെ ഏതെങ്കിലും ഫയൽ കിടപ്പുണ്ടോ നോക്കുന്നു. അപ്പൊ അത് ആദ്യം ലോഡ് ചെയ്യുന്നു, അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇത് എഴുതുന്നു. അപ്പൊ അതിനകത്ത് ലോഗോ ടെക്സ്റ്റ് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, ആദ്യം ഇവിടെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ നോക്കും. ഇവിടെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് വന്ന് റീഡ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് അതുപോലെ റീഡ് ചെയ്യും.
ഫയൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മുൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞാണ്. സോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുകളിലത്തെ വീഡിയോ നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പം പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇനിയും എന്തോ മിസ്സാവുന്നുണ്ട് എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. നമ്മൾ ആസ് എ പ്രൊജക്റ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്തു, നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം. സോ ലോഗൗട്ട് ചെയ്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ലോഗൗട്ട് ചെയ്ത ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. കൊടുത്തു കഴിഞ്ഞാൽ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് ടെർമിനലിൽ കൂടെ വർക്ക് ആവത്തുള്ളൂ എന്ന് പറഞ്ഞാലും, ഓക്കെ, ഇനി അത് മെയിലിൽ കൂടെ ആക്കണം എന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. ഒരു മെയിൽ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ, മെയിലിൽ കോൺഫിഗർ ചെയ്യാനെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം എന്ന് പറയുന്ന പരിപാടി സെൻഗ്രിഡ് ആണ്. ഓക്കെ, SendGrid.com എന്ന് പറയുന്ന സർവീസ് ആർക്കെങ്കിലും പ്രൊജക്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുക സെൻഗ്രിഡ് ആയിരിക്കും. SendGrid.com എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. അതിൽ എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പം മെയിൽ അയക്കാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഫൈൻ. ഓക്കെ, ഇവിടെ ഒരു സ്റ്റാർട്ട് ഫോർ ഫ്രീയോ കൊടുക്കുക, അല്ലെങ്കിൽ സൈൻ ഇൻ കൊടുത്തിട്ട് അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരു API കീ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, API കീ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ സെൻഗ്രിഡ് ഉപയോഗിച്ച് സെൻഗ്രിഡും ജാങ്കോയും യൂസ് ചെയ്ത് ഞങ്ങൾക്ക് മെയിൽ അയക്കാൻ പറ്റും. അതെങ്ങനെയാണ്, ആ ഒരു API കീ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് മെയിൽ അയക്കുക എന്നുള്ളത് നിങ്ങൾ സൈൻ ഇൻ ചെയ്ത് ഡാഷ്ബോർഡിൽ കയറി കഴിയുമ്പോൾ തന്നെ അത് അവൈലബിൾ ആവും. എങ്ങനെയാണ് അയക്കുക എന്നുള്ളത് പറയാം. ജാങ്കോ സെൻഗ്രിഡ് എന്ന പാക്കേജ് യൂസ് ചെയ്യുക. ഓക്കെ, ജാങ്കോ സെൻഗ്രിഡ് തന്നെ യൂസ് ചെയ്തോ. ജാങ്കോ സെൻഗ്രിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ജാങ്കോ സെൻഗ്രിഡ് യൂസ് ചെയ്യേണ്ട, പൈത്തൺ സെൻഗ്രിഡ് എന്ന് പറഞ്ഞൊരു പാക്കേജ് ഉണ്ട്. പൈത്തണിൽ എന്ത് വേണമെന്നാലും മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഓക്കെ, അല്ലെങ്കിൽ ഇമെയിൽ പാക്കേജ് ജാങ്കോ സെൻഗ്രിഡ് ചെയ്ത് കഴിഞ്ഞാൽ ജാങ്കോ സെൻഗ്രിഡ് V5. ഓക്കെ, ഫൈൻ. ഇതാണ് ഏറ്റവും ബെസ്റ്റ് പാക്കേജ്. സെൻഗ്രിഡ് ഒരു മെയിൽ അയക്കണം എന്നുണ്ടെങ്കിൽ ജാങ്കോ സെൻഗ്രിഡ് V5 എന്ന് പറഞ്ഞ ഈ ഒരു പാക്കേജ് യൂസ് ചെയ്യുക. ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പിപ്പ് ഇൻസ്റ്റാൾ ജാങ്കോ സെൻഗ്രിഡ് V5 ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം സെറ്റിംഗ്സിൽ ഇമെയിൽ ബാക്കൻഡ് ഇസിക്വൽ ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്ട്രിങ് കൊടുക്കുക. ഇപ്പം നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നത് കൺസോൾ ആണ്. ആ കൺസോൾ മാറ്റിയിട്ട് ഈ ഒരു ഇമെയിൽ ബാക്കൻഡ് കൊടുക്കുക. അതിനുശേഷം സെൻഗ്രിഡ് API കീ ഇസിക്വൽ ടു OS.m1 ഈ ഒരു രീതിയിലാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. പക്ഷേ ഫോർ ഈസി ഒരു പ്രൊജക്റ്റിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ ഇവിടെ __ ഇട്ടിട്ട് ഹാർഡ് കോഡ് ചെയ്ത് കൊടുക്കുക. പ്രൊജക്റ്റിന്റെ ആവശ്യത്തിനാണെങ്കിൽ മാത്രം. പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു എൻവയോൺമെന്റ് വേരിയബിൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ നോക്കാം. ഓക്കെ, പിന്നെ സെൻഗ്രിഡ് യൂസ് ചെയ്യുന്ന സമയത്ത് സെൻഗ്രിഡ് സാൻഡ്ബോക്സ് മോഡ് ഇൻ ഡീബഗ് എന്ന് പറയുന്ന സാധനം. ഈ സാൻഡ്ബോക്സ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമ്മളിപ്പോൾ സാൻഡ്ബോക്സ് മോഡ് ഓൺ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മെയിൽ അയക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ പോവില്ല. ഓക്കെ, മെയിൽ അയച്ചു എന്ന് സെൻഗ്രിഡ് കള്ളം പറയും. എന്തിനു വേണ്ടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഇപ്പോൾ കുറേ ഇമെയിലൊക്കെ ഉണ്ട്. അവർക്ക് നമ്മൾ ഈ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും കണ്ടിന്യൂസ് മെയിൽ പൊയ്ക്കൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമുക്കെന്താ, മെയിൽ പോകാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ പോകും എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഈ ലൈവിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്തായിരിക്കും ഇത് ശരിക്കും മെയിൽ അയക്കേണ്ടി വരിക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്റ്റാഫിനെ പ്രസന്റ് ചെയ്യുന്ന സമയത്തോ, അല്ലാന്നുണ്ടെങ്കിൽ മെയിൽ നമ്മൾ IT ഫീൽഡിലാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഒരു ഡെവലിൽ എടുക്കുന്ന സമയത്ത്, ടെസ്റ്റിങ്ങിന് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എടുക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ ഇത് വേണ്ടി വരിക. അപ്പൊ എന്ത് ചെയ്യാം, മെയിൽ അയക്കണം എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെറ്റിംഗ്സിലെ ഡീബഗ് എന്ന് പറയുന്നത് ഡീബഗ് ഇസിക്വൽ ടു ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ മെയിൽ എന്തായാലും പോകും. ഓക്കെ, ഡീബഗ് ട്രൂ ആണെങ്കിൽ മെയിൽ പോകണം എന്നുണ്ടെങ്കിൽ ഇത് ഫോൾസ് ആക്കിയിടുക, മെയിൽ പോകണ്ട എന്നുണ്ടെങ്കിൽ ഇത് ട്രൂ ആക്കിയിടുക. ഓക്കെ, അതായത് സാൻഡ് ബോക്സ് മോഡ് ഓൺ ആയി കഴിഞ്ഞാൽ മെയിൽ പോവില്ല, കള്ളം പറയും നമ്മളോട്. സാൻഡ് ബോക്സ് മോഡ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ ശരിക്കും മെയിൽ അയക്കും. ഓക്കെ, അപ്പം അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു മെയിൽ അയക്കാനുള്ള ജാങ്കോയിൽ മെയിൽ അയക്കാനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് വേ എന്ന് പറയുന്നത്, ഇപ്പം മറ്റേ പാസ്വേഡ് റീസെറ്റ് മെയിലൊക്കെ ഓട്ടോമാറ്റിക്കലി പൊക്കോളും. ഇനിയും എന്തെങ്കിലും കാരണവശാൽ നമുക്കൊരു മെയിൽ അയക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് ജസ്റ്റ് എന്താണ്, ഫ്രം jango.code.email ഇമ്പോർട്ട് സെൻഡ് മെയിൽ വിളിക്കുക. സെൻഡ് മെയിൽ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷനകത്തോട്ട് ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ട് സബ്ജക്റ്റ്, സെക്കൻഡ് പാരാമീറ്റർ ആയിട്ട് മെസ്സേജും,
തേർഡ് പാരാമീറ്റർ ആയിട്ട് ഫ്രം ഇമെയിലും, ഫോർത്ത് പാരാമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് ഇമെയിൽസും ഫെയിൽ സൈലന്റ് ഈസ് ഇക്വൽ ടു ഫോൾസ് എന്ന് പറയുന്ന പാരാമീറ്റർ. അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത്രയും പാരാമീറ്റർ ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മെയിൽ പോകും. ഓക്കെ, ജാങ്കോയിൽ ഇത് സെൻഗ്രിഡിന്റെ പ്രത്യേകതയല്ല, ജാങ്കോയിൽ മെയിൽ പോകാൻ ഇത്തരം കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. സെൻഡ് മെയിൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുക, മറ്റേ മെയിൽ പോകുന്ന കാര്യം പ്രോപ്പർലി കോൺഫിഗേർഡ് ആണെന്നുണ്ടെങ്കിൽ സെൻഡ് മെയിൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുക, സബ്ജക്ട് ഹിയർ, മെസ്സേജ് ഹിയർ, ഫ്രം ഇമെയിൽ ടു ഇമെയിൽ, ഫിൽ സൈലന്റ്. പിന്നെ സെൻഗ്രിഡ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സെൻഗ്രിഡിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ഇമെയിൽ ഐ ഡി ഏതാണോ അതേ ഇമെയിൽ ഐ ഡി ആയിരിക്കണം എപ്പോഴും ഫ്രം ഇമെയിൽ. എന്നാൽ മാത്രമേ സെൻഗ്രിഡിൽ കൂടെ മെയിൽ പോകത്തുള്ളൂ. സെൻഗ്രിഡിൽ ലോഗിൻ ചെയ്തിരിക്കുന്ന ഇമെയിൽ ഐ ഡി ഏതാണോ അതേ ഇമെയിൽ ഐ ഡി തന്നെ ആയിരിക്കണം ഇവിടെ ഫ്രം അഡ്രസ് എന്ന് പറഞ്ഞാണ്ട് കിടക്കുന്നത്. ഓക്കെ, പിന്നെ ഫ്രം അഡ്രസ്സിലും ഒരു ഇമെയിൽ അഡ്രസ് ഉണ്ട്. ടു അഡ്രസ്സിൽ ടു എന്ന് പറഞ്ഞ ഫീൽഡിലും ഒന്നോ ഒന്നിലധികമോ ഇമെയിൽ അഡ്രസ്സ് ആണ്. ഇതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഇമെയിൽ അഡ്രസ്, അതായത് to@example.com എന്ന് പറഞ്ഞ മെയിൽ 2 പ്രാവശ്യം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ from@example.com നിന്നുകൊണ്ട് എന്താ അതും എന്ത് ചെയ്യുന്നു, സെൻഡ് ചെയ്യാനുള്ള ഇത് ഈ to@example.com എന്ന് പറഞ്ഞാൽ ഈ ലിസ്റ്റ് ശരിക്കും സെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ലിസ്റ്റാണ്. അത് എത്ര ഇമെയിൽ വേണമെന്നാൽ ഇതിനകത്ത് കോമേറ്റ് കൊടുക്കാം ആ ലിസ്റ്റായിട്ട്. ഈ ഫ്രം ഇമെയിൽ ആ ലിസ്റ്റിനകത്ത് വന്നു കഴിഞ്ഞാലോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഏതെങ്കിലും ഒരു ഇമെയിൽ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാലോ സെൻഗ്രിഡ് എറർ അടിക്കും, മെയിൽ പോകില്ല. ഓക്കെ, അപ്പോൾ സെൻഗ്രിഡ് യൂസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമല്ല, മെയിൽ അയക്കാൻ മറ്റു വഴികളുണ്ട്, പക്ഷെ ഏറ്റവും ഈസി ആയിട്ടുള്ളത് ഇതാണ്. സോ ഞാൻ ഇതുകൂടെ സജസ്റ്റ് ചെയ്തു. ഓക്കെ.